ആ വിഷമത്തിലാണ് എൻ്റെ മോളിങ്ങനെ ചെയ്തത്. ഓന് ചതിച്ചതാണ് എൻ്റെ മോള. കേരളം ഒട്ടും ചർച്ച ചെയ്യാതെ പോയൊരു വിഷയമായിരുന്നു 1.5 മാസം മുമ്പ് കണ്ണൂർ തലശ്ശേരിയിൽ ആത്മഹത്യ ചെയ്ത ഷഹീന എന്ന 21-കാരിയുടെ സംഭവം. വിവാഹത്തിൽ നിന്നും പ്രതിശ്രുത വരൻ പിന്മാറിയതിനെ തുടർന്ന് അതിൽ മനംനൊന്താണ് 21-കാരി ഷഹീന ആത്മഹത്യ ചെയ്യുന്നത്. 1.5 മാസം കഴിഞ്ഞിട്ടും ആ കേസ് എങ്ങും എത്തിയിട്ടില്ല. ഈ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന ആൾ, ഈ അഫ്സൽ എന്ന വ്യക്തി ദുബായിലാണുള്ളത്. പോലീസ് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി എല്ലാ എയർപോർട്ടുകളിലും റെഡ് കോർണർ നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ കുടുംബം വലിയ ദുഃഖത്തിലാണുള്ളത്. ഇയാളെക്കുറിച്ചുള്ള ഒരു വീഡിയോയും ഒരു വാർത്തയും കേരളത്തിൽ എവിടെയും പ്രചരിച്ചിട്ടുമില്ല. ആരും ഈ സംഭവം അറിഞ്ഞ മട്ടുമില്ല. ഇയാളെക്കുറിച്ചിട്ടുള്ള ഈ വിവരങ്ങൾ അയാളുടെ നാട്ടിൽ പോലും അറിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ അഫ്സൽ എന്ന് പറയുന്ന കണ്ണൂർ താഴെച്ചൊവ്വയിലെ ഹസൻമുക്കിലെ ഈ സ്വദേശി, ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് റിയാസ് എന്നാണ്. നിങ്ങൾ ഈ ചെറുപ്പക്കാരനെ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ആ നാട്ടുകാർ. ഇതാണ് അയാളുടെ ചിത്രം. ഇയാളിപ്പോൾ ദുബായിലാണുള്ളത്. ഞാൻ ഈ വിഷയത്തിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് വേണ്ടി ഇയാളുടെ പ്രതികരണം തേടി ഇയാൾക്ക് വാട്സപ്പിൽ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിരുന്നു. പക്ഷേ ഒരു പ്രതികരണവും ഈ ചെറുപ്പക്കാരൻ എനിക്ക് തന്നിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്നും എങ്ങനെയാണ് ഈ ചെറുപ്പക്കാരി ഇയാളുടെ മാനസിക പീഡനത്തിന് വിധേയമായി ആത്മഹത്യയിലേക്ക് ചെന്നെത്തിയതെന്നും അവരുടെ കുടുംബക്കാർ തന്നെ, ഈ കുട്ടിയുടെ കുടുംബക്കാർ തന്നെ നമ്മോട് പ്രതികരിക്കുകയാണ്. ഈ 5-6 വർഷം മുമ്പേ ഉള്ള ബന്ധമാണ് ഇവർ തമ്മിൽ. സ്കൂൾ പഠിക്കുമ്പോൾ തൊട്ട് ഉള്ള ബന്ധമാണ്. അവർ തലശ്ശേരി ആയിരുന്നു കുട്ടി പഠിച്ചിരുന്നത്, ഗേൾസ് സ്കൂള്. അവിടെ വന്നിട്ട് ഉള്ള ആ ബന്ധമാണ്. എപ്പോഴും ഇവർ സ്കൂളിൻ്റെ ആ വക്കത്ത് ആടെ ഉണ്ടാകലുണ്ട്, കുട്ടിയെ നോക്കിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ അറിഞ്ഞപ്പോൾ നമ്മളത് തടയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ രണ്ടാമത് ഈ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം രണ്ടാമതും ഇവർ തമ്മിൽ ഇവളെ ശല്യം ചെയ്യുക ഇതാക്കിയും രണ്ടാമത് ഫോണൊക്കെ കൊടുത്തിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടുകാർ അറിഞ്ഞതിന് ശേഷം നമ്മളത് പിടിച്ചു വാങ്ങുകയും നമ്മളിങ്ങനെ പ്രതികരിക്കുകയെല്ലാം ചെയ്ത്. അപ്പോൾ കുറച്ച് കാലം ഉണ്ടായിട്ടില്ല. വീണ്ടും ഇവൻ ആദ്യം സ്കൂളെല്ലാം പോയിട്ട് വീണ്ടും ഫോൺ കൊടുക്കുകയും ഇതാക്കിയെല്ലാം ചെയ്ത് ആദ്യം ഇവർ തമ്മിൽ ബന്ധത്തിലായി. അങ്ങനെ ഇവൻ്റെ ഇതിൽ പെട്ടുപോയി. പെണ്ണ് ഉപ്പാനോട് വന്ന് ചോദിക്കുകയും ചെയ്തു, ഇവൻ എനിക്ക് കെട്ടിച്ചു തരും. അപ്പോൾ പെണ്ണിന് ഇവനെ അങ്ങനെ ആ ഒരു ബന്ധത്തിലായതിനു ശേഷം പെണ്ണിനും വേണം എന്നുള്ള ആ ഒരു കണ്ടീഷനിൽ എത്തിയതിന് ശേഷം നമ്മളോടൊക്കെ പറഞ്ഞപ്പം വേറെ വഴിയില്ലല്ലോ. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ അവൾക്ക് എൻഗേജ്മെൻറ്റ് ചെയ്തു കൊടുത്തു. അപ്പോൾ 1.5 കൊല്ലത്തോളമായി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല രീതിയിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതെല്ലാം സംഭവിച്ചത്. മാനസികമായി ടോർച്ചറും കാര്യങ്ങളും എന്തൊക്കെയോ ചെയ്തു. ഫോണും കാര്യങ്ങളൊക്കെ കണ്ടരാന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിനു മുമ്പൊന്നും നമ്മൾ ഇതൊന്നും കാണുന്നില്ല, നമ്മളൊന്നും അറിഞ്ഞില്ല. ഇവൻ നല്ലതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. വീട്ടിലുള്ള സ്ത്രീകൾക്ക് മുഖം ക്യാമറയിൽ കാണിക്കുന്നതിനൊരു കംഫർട്ടിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അവരുടെ മുഖം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. എൻ്റെ മോളാണ് മരിച്ചത്, ഷൈന. അപ്പോൾ ഓള് എന്ന് പറഞ്ഞാൽ ഓളെ ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് ആവശ്യപ്പെട്ടതാണ്. ഓളെ കല്യാണം കഴിക്കുന്നവൻ്റെ പെങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളെ മോളെ എൻ്റെ ആങ്ങൾക്ക് കല്യാണം കഴിപ്പിച്ച് തരുമോ എന്ന് ചോദിച്ചു. അവരാ കുടുംബക്കാരെ എന്നോട് ആവശ്യപ്പെടുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ മൂത്ത മോളുണ്ട്, അവളെ കല്യാണം കഴിയട്ടെ. ഇവളെ 10ാം ക്ലാസ്സിൽ നിന്നാണ് ഈ ചോദിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു മൂത്ത ആളെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ മൂത്ത ആളെ കല്യാണമെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം ഇപ്പോൾ 2 1.5 കൊല്ലമായി ഇപ്പോൾ ഇട്ട് വെച്ചിട്ട് എൻഗേജ്മെൻ്റ് ചെയ്ത്. ഓന് എന്നിട്ട് ഗൾഫിൽ പോയി. ഗൾഫിൽ നിന്ന് വരുത്തുണ്ട്. എന്നിട്ട് ഇപ്പോൾ അടുത്താണ് ഗൾഫിലേക്ക് തന്നെ പോയത് ഓന്. അങ്ങനെ ഗൾഫിൽ നിന്നാണ് ഇങ്ങനെ പോയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞാലാണ് ഈ ഫോൺ കോൾ വരുന്ന നോക്ക്, ഇങ്ങനത്തെ വേറെ അഫെയർ ഉണ്ട് എനിക്ക്, നീ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞോന്ന് പറഞ്ഞിട്ട്. ആ വിഷമത്തിലാണ് എൻ്റെ മോളിങ്ങനെ ചെയ്തത്. ഓന് ചതിച്ചതാണ് എൻ്റെ മോള. ഒരു കുട്ടികൾക്കും ഇങ്ങനത്തെ അവസ്ഥ ഓൻ കാരണം ഉണ്ടാകരുത്. ഓൻ്റെ ചതിയിൽ ആരും പെടരുത്. അത് എല്ലാ പെൺകുട്ടികളും കാണണം. അതാ വേണ്ടു എനിക്ക്. ഇതിന് നീതി കിട്ടണം. എനിക്ക് എത്രയും പെട്ടെന്ന് ഓനെ ജയിലിൽ ആക്കണം. അവനിക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. പോലീസുകാർ പറഞ്ഞ് എല്ലാം ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞ് അതിനകൾക്കായിട്ട് എൻ്റെ മോളെ അത്രക്കും ചതിച്ചതവന്. പറഞ്ഞ് പറ്റിച്ച് സ്നേഹിച്ചിട്ട് ചതിച്ചാളിന്. എന്നോട് മരിക്കുന്നതിന് ഉച്ച സമയം അങ്ങനെ പറയുന്നത്, എനിക്ക് ഇവനെ വേണ്ട, എനിക്കിങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, എനിക്കിനെ ആവൂല, ഇനി മുന്നോട്ട് പോകാനാവൂല. അപ്പോൾ ഞാൻ പറഞ്ഞ് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ വിട്ടേക്ക്,
പിന്നെ ഇങ്ങനെ ഒരു റിലേഷൻ തുടങ്ങിയിട്ട് കാര്യമില്ലല്ലോ, മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതുവരെ നല്ല രീതിയിലാണ് പോയത്, ഒരു സംശയം പോലും നമുക്കാർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന് മുമ്പേ ഇങ്ങനെ വിളിക്കാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ജോലി സംബന്ധമായിട്ടാണ് വിളിക്കാത്തതെന്ന് പറഞ്ഞു. ഇടയിൽ നാട്ടിൽ വന്നപ്പോൾ നല്ല വിളിക്കാറില്ലുണ്ട്. പിന്നെ ഫാമിലി ആയിട്ടും എല്ലാവരും വിളിക്കാറുണ്ട്. പെങ്ങന്മാർ വന്ന് കൂട്ടിയിട്ട് പുറത്തൊക്കെ കൂട്ടിയിട്ട് പോകാറുണ്ട്, അങ്ങനെയെല്ലാം ചെയ്യാറുണ്ട് പെങ്ങന്മാർ. ഇവനങ്ങനെ നാട്ടിലുണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെ സംഭവം ഉള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഒരു സമയത്താണ് പറയുന്നത്. പിന്നെ ഞാൻ റൂമിലേക്ക് പോയതിന് ശേഷം ഇവനോട് ഞാൻ ചോദിച്ചു എന്താ കാര്യം. ഇവനക്ക് മരിക്കും എന്നുള്ള കാര്യം നേരത്തെ അറിയാം. ഇല്ല, പറഞ്ഞിട്ടില്ല. ഞാൻ കുറേ തവണ ചോദിച്ചു എന്താ നിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് പറയാം. എന്നാലും ഞാൻ മനസ്സിൽ എന്തോ പ്രശ്നം കൊണ്ട് പറയുന്നതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഒന്നും ഇവനെ ശരിക്കും തുറന്ന് പറയുന്നില്ല. ഇടയ്ക്ക് എന്നോട് പറഞ്ഞ് നീ ഒന്ന് പോയി ഓളെ നോക്കണം, ഒന്ന് നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓളാന്ന് പറഞ്ഞു. കുറച്ച് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു 9 മണി 9:50 അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഞാൻ പോയി നോക്കി. അപ്പോൾ അവിടെ കിടക്ക വിൽക്കുന്നതായിട്ടാണ് കണ്ടത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കിടക്ക വിൽക്കുന്നതായിട്ട് കണ്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞല്ല, കൈ മുറിച്ചതായിട്ട് ഉച്ചക്കെങ്ങാനും കൈ മുറിച്ചതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ചോദിച്ചത് എന്തിനാണെന്നുള്ളത് അതിനൊന്നും അവന് മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം പോയി നോക്കുമ്പോൾ തൂങ്ങി വെച്ചതായിട്ട് കാണുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. എന്ത് ചോദിച്ചിട്ടോ റിപ്ലൈ ഉണ്ടായിരുന്നില്ല. വീട്ടുകാർക്കായിരുന്നു ആ സമയത്ത് വീട്ടുകാർ വന്നിരുന്നു. പിന്നെ അവരെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല, ഒരു ബന്ധം. വീട്ടിൽ സഹോദരിൻ്റെ ഭർത്താവുണ്ട്. അയാൾ പറഞ്ഞത് ഇവന് നല്ലതാണ്, ഇവളെ ഇനി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഇവനെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല, അങ്ങനെ ഇതാണ് അവർ പറയുന്നത്. ഒരാളും ഒരു ഫോൺ വിളിക്കുകയോ ആക്കിയോ ഒന്നും ചെയ്തില്ല. ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതെ, ഓനെ ഇനിയിപ്പോൾ വീണ്ടും വേറൊരു പെണ്ണിനോട് റിപ്പീറ്റ് ചെയ്യും ഇത്. എനിക്കിപ്പോൾ ദേറയിൽ വേറെ റഷ്യൻകാരി പെണ്ണുണ്ട്. ആ പെണ്ണിനോട് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ ആ പെണ്ണിന് അത് സമ്മതിച്ചിരുന്നു. നമുക്ക് 4 വർഷമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ എൻഗേജ്മെൻറ്റിന് മുന്നേ ബന്ധമുണ്ട്. അത് വെച്ചിട്ടാണ് ഇത്രയും കാലം ചതിച്ചത്. അതെ, അതാണ്. ഇത്രയും കാലമായില്ലേ കല്യാണം എന്ന് പറഞ്ഞിട്ട് അത്രയും പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു. കല്യാണം ആവാനായില്ലേ, ഇപ്പോൾ മാർച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാമെന്നെല്ലാം പറഞ്ഞാൽ അത്രയും പ്രതീക്ഷയോടെ നിൽക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് കേട്ടപ്പോൾ ഉള്ള ആ ഒരു ഷോക്കാണ്. വേറെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. കത്തിൽ പ്രത്യേകം എഴുതിയിരുന്നു എന്നെ ചതിച്ചെന്നുള്ളത്. പിന്നെ ഞങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. എൻ്റെ മകൾക്ക് ഈ ഗതി കുറ്റപോലെ മറ്റൊരു കുട്ടികൾക്കും ഈ ഗതി പറ്റാം. ഇത് നിയമപരമായ നീതി നമുക്ക് ലഭിക്കണമെന്ന്. എൻ്റെ ഏട്ടത്തിൻ്റെ മകളാണ്. എനിക്ക് 2 ആൺകുട്ടികളാണ്, പെണ്ണില്ല. ഇവളും എൻ്റെ മോളെ പോലെ തന്നെ കരുതുന്നതിന് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിൽക്കലും ഇതാക്കലും എല്ലാം ഉണ്ട്. ഒരാഴ്ച നിൽക്കാൻ. എന്നിട്ട് 2 ദിവസം നിൽക്കുമ്പോൾ തന്നെ ഓൻ പറഞ്ഞ് നീ ഇപ്പം തന്നെ അങ്ങേക്ക് പോട്, എൻ്റെ വീട്ടിലേക്ക് പോട്, നീ നിൽക്കണ്ട, എന്നിട്ടാന്ന് ഓന് നിൽക്കാൻ വിടാണ്ട് ഇടങ്ങാറാക്കിയിട്ട് അങ്ങോട്ടേക്ക് പോടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. ഓൻ്റെ സംശയ രോഗമായിരിക്കും. ഓനങ്ങനെ ആയതുകൊണ്ട് ഓന് ഇവളീ സംശയിക്കുന്നു. അതുകൊണ്ട് എന്തായാലും എനിക്ക് ശിക്ഷ കൊടുക്കണം. 5 വർഷമായിട്ടുള്ള പ്രണയിക്കുന്ന സമയത്തൊക്കെ എല്ലാ വാഗ്ദാനങ്ങളും നൽകി തേനും പാലും ചാലിച്ച സംസാരങ്ങൾ അവസാനം ഒരു നിമിഷത്തിൽ തനിക്ക് പരസ്ത്രീ ബന്ധമുണ്ടെന്നും അവിഹിതമുണ്ടെന്നും താൻ ഒഴിഞ്ഞു പോകണമെന്ന് കേൾക്കേണ്ടി വരിക. വിവാഹത്തിന് താൻ കണ്ടെത്തിയ പയ്യനാണ് ഇതെങ്ങനെ കുടുംബക്കാരുടെ മുന്നിൽ പറയുമെന്ന അവസ്ഥയിലെ ഒരു ത്രിശങ്കുവിലായിരുന്നു ഈ പെൺകുട്ടി. ഈ ചെറുപ്പക്കാരൻ്റെ മുന്നിലും ഈ കുടുംബത്തിന് മുന്നിലും പെട്ടുപോയൊരവസ്ഥ. സത്യം പറഞ്ഞാൽ ഇതിലും വലിയൊരു ട്രാപ്പ് വേറെയുണ്ടോ? വിവാഹ വാഗ്ദാനം നൽകി ചതിക്കുന്ന എല്ലാ ചെറുപ്പക്കാരോടുമായിട്ടാണ് ഇനിയെങ്കിലും ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഇത്തരം വൈയക്തികമായ സുഖത്തിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലിനിടയിൽ പൊഴിഞ്ഞു പോകുന്നത് ഇതുപോലുള്ള നിഷ്കളങ്കമായ ജീവിതങ്ങളാണ്. അപ്പോൾ ഈ കുടുംബം ആത്മാർത്ഥതയോടെ പ്രതീക്ഷിക്കുകയാണ് ഈ അഫ്സൽ എന്ന വ്യക്തി ഈ നിയമവ്യവസ്ഥിതിയിലൂടെ അഴിക്കുള്ളിലാവുമെന്ന്. അങ്ങനെ ഒരു ദിവസം വരുന്ന സമയം അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരും. നന്ദി, നമസ്കാരം.